ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് CH മുഹമ്മദ് കോയ ക്യൂസ് LP സെക്ഷൻ. ഹിരോഷിമയിൽ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം അമേരിക്കയാണ് ഹിരോഷിമയിൽ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത്. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം തുളസീദാസ് ആണ് ഈ ഗാനം രചിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? ഉത്തരം പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന വാതകം ഏതാണ്? ഉത്തരം ഓസോൺ ആണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന വാതകം. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന സ്വാതന്ത്ര്യ സമര ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം അംശി നാരായണപിള്ള. അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സ്പോർട്സ് ആൻഡ് ഗെയിംസ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അർജുന അവാർഡ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്ന തുള്ളൽ നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ കവി ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാരാണ് കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം K കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് പോസ്റ്റ് ഓഫീസ്. സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ഉത്തരം ചൊവ്വയാണ് സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹമെന്ന് അറിയപ്പെടുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പൂനെയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത്. പിൻകോഡ് നമ്പറിൽ ആകെ എത്ര അക്കങ്ങളുണ്ട്? ഉത്തരം പിൻകോഡിൽ 6 അക്കങ്ങളാണുള്ളത്. കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏതാണ്? ഉത്തരം ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ശലഭം. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഉത്തരം PT ചാക്കോയാണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ പുതിയതായി വന്ന തുറമുഖത്തിന്റെ പേരെന്താണ്? ഉത്തരം വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിൽ പുതിയതായി വന്നത്. പ്രകൃതി ഗായകൻ എന്ന പേരിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ ആരാണ്? ഉത്തരം G ശങ്കരക്കുറിപ്പാണ് പ്രകൃതി ഗായകൻ എന്ന പേരിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ. വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലാത്ത ജില്ല ഏതാണ്? ഉത്തരം കേരളത്തിൽ ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ റെയിൽവേ സ്റ്റേഷനുകളില്ല. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മേഘാലയയിലാണ് ചിറാപുഞ്ചി. പുല്ല് വർഗത്തിൽപ്പെട്ട ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ്? ഉത്തരം മുളയാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം. കൊങ്കൺ റെയിൽവേയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ? ഉത്തരം മംഗലാപുരം, മുംബൈ എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ. ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഗ്രന്ഥമാണ് ഐതിഹ്യമാല.
ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.